എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റർ ഒരു 20 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ DNA-യുടെ ലൊക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ ജീൻസ് എല്ലാം എവിടെയാണുള്ളത്? DNA-യിലാണ്. ആ DNA എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിന്റെ അകത്ത് നമുക്കറിയാം ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. ആ മർമ്മത്തിന്റെ അകത്ത് ക്രോമസോമുകളിൽ ഇങ്ങനെ ചുരുക്കി ചുരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ DNA-നെ. അപ്പൊ ഈ DNA-യുടെ സ്ട്രക്ചർ നമ്മളുടെ എന്താണ്? ഡബിൾ ഹെലിക്സ് മോഡലാണ്. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും. അപ്പം ഇത് കണ്ടുപിടിക്കാൻ അവരെ സഹായിച്ച ഒരാളുകൂടി ഉണ്ട്, നമ്മുടെ മോറിസ് വിൽക്കിൻസ്. ഇവർക്ക് 3 പേർക്കുമാണ് ഇതിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. പക്ഷെ ആക്ച്വലി ഇത് കണ്ടുപിടിക്കാനുള്ള മെയിൻ കാരണമായിട്ടുള്ള നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ അവരെടുത്തിട്ടുള്ള ഫോട്ടോ 51 എന്ന് പറയുന്ന പിക്ചറും കൂടെ നോക്കി വെക്കാം. നമ്മുടെ DNA-യുടെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡ് ആണ് അല്ലെ, 2 ഇഴകളാണുള്ളത്. അതിൽ ഈ ഇഴകൾ അല്ലെങ്കിൽ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ്. ഷുഗറും ഫോസ്ഫേറ്റും ആണ് ഇഴകൾ. നടുവിലുള്ള പടികൾ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ബേസ് ആണ്. അതായത് ബേസിക്കലി നമ്മുടെ DNA-യുടെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ നമുക്കൊരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, തന്നെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാകും. അതിൽ ഈ ഒരു ഷുഗറും ഫോസ്ഫേറ്റും ആണ് നമ്മുടെ ഇഴകൾ ഫോം ചെയ്യുന്നത്. കുറേ ഇഴകൾ ഇതാ ഇങ്ങനെ ചേർന്നത്. ഓരോ നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെയും ഷുഗറും ഫോസ്ഫേറ്റും ഇതാണ് നമ്മുടെ DNA-യുടെ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡിനെ മറ്റൊരു ന്യൂക്ലിയോടൈഡായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇയാളാണ് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ബേസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് നൈട്രജൻ ബേസ് ഉണ്ട്. എഡനിൻ, ഗ്വാനിൻ, തൈമിൻ, അതുപോലെ തന്നെ സൈറ്റോസിൻ. ഇവരുടെ ബേസ് പെയറിംഗ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എഡനിൻ എപ്പോഴും ഡബിൾ ബോണ്ട് വിത്ത് തൈമിൻ ആണ്. ഗ്വാനിൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിൻ. തിരിച്ചും അങ്ങനെയാണ്. ആ ബോണ്ടിങ് എക്സാമിന് ചോദിച്ചാൽ തെറ്റിക്കാതിരിക്കാം. പിന്നെ നമ്മുടെ DNA-യുടെ പാക്കേജിങ് നമുക്കറിയാം. DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള നമ്മുടെ സ്ട്രാൻഡാണ്. ഏകദേശം ഒരു സെല്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.2 മീറ്റർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മീറ്റർ ലോങ് DNA ആണ്. ഈ 2 മീറ്റർ ലോങ് DNA എങ്ങനെയാണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിൽ അതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസിന്റെ അകത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ DNA-നെ നമ്മൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റും. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, 8 എണ്ണം ചേർന്നിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ടാണ്. അതിന്റെ മുകളിൽ DNA ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമുകൾ വീണ്ടും പാക്കേജ് ചെയ്ത് ആ പാക്കേജിങ്ങിനെ വീണ്ടും പാക്കേജ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ക്രോമസോം ഉണ്ടാവുന്നത്. ഈ ക്രോമസോമിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെന്ററിലുള്ള ഈ ഭാഗം സെൻട്രോമിയറും ഇതിന്റെ 2 ഈ സാധനങ്ങളെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പാക്കേജ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഒരു സെല്ലിൽ നമുക്ക് ഏകദേശം 23 പെയർ അല്ലെങ്കിൽ 46 ക്രോമസോം ഉണ്ട്. ആ 46 ക്രോമസോം അല്ലെങ്കിൽ 23 പെയറിൽ 44 എണ്ണം സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളും 2 എണ്ണം സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗ ക്രോമസോമുകളുമാണ്. അതിൽ 44 ക്രോമസോമുകളായ നമ്മുടെ സൊമാറ്റിക് ക്രോമസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ ഭൗതിക സവിശേഷതകൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സെക്സ് ക്രോമസോം ആണ് നമ്മുടെ ഒരു കുഞ്ഞ് ആൺകുഞ്ഞാവണോ പെൺകുഞ്ഞാവണോ തീരുമാനിക്കുന്നത്. കാരണം സ്ത്രീകളിലാണെങ്കിൽ 2 XX ക്രോമസോം ആണ്, പുരുഷന്മാരിലാണെങ്കിൽ XY ഉണ്ടാകും. ഓക്കെ, അപ്പം ഈ ഒരു സെക്സ് ക്രോമസോം ആണ് നമ്മളുടെ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ X ക്രോമസോമിൽ നമ്മൾ പറഞ്ഞു നമുക്ക് XX ഉണ്ട് XY ഉണ്ട്. അപ്പൊ ഈ Y ക്രോമസോമിലെ SRY എന്ന് പറയുന്ന ജീനാണ്. ആൺകുഞ്ഞുങ്ങളിൽ മാത്രമാണ് XY ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള SRY എന്ന് പറയുന്ന ജീനാണ് അവരുടെ ടെസ്റ്റീസ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജീൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീൻ? ജീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രോമസോമിന്റെ അകത്താണ് നമ്മുടെ DNA ഉള്ളത്. DNA-യുടെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെഗ്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് DNA ആണ് നമ്മളൊരു ജീൻ എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ എങ്ങാനും ചോദിച്ചാൽ എഴുതാൻ പറ്റണം. പിന്നെ എന്താണ് RNA? DNA-നെ പോലെ തന്നെയുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. ഇവിടെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA-യിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതായത് റൈബോസ് എന്ന് പറയുന്ന ഷുഗറിൽ DNA-യിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓക്സിജന്റെ കുറവുണ്ട്, അതാണ് ഡിയോക്സി റൈബോസ്. ഇവിടെ ഓക്സിജന്റെ കുറവൊന്നും, അതുകൊണ്ട് വെറും റൈബോസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ എഡനിനും ഗ്വാനിനും സൈറ്റോസിനും തൈമിന് പകരം യുറാസിലാണ്. അപ്പോൾ എഡിൻ ഡബിൾ ബോണ്ട് വിത്ത് നമ്മുടെ യുറാസിലും ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് വിത്ത് സൈറ്റോസിനാണ് ഇഫ് ദേ ഫോം ഡബിൾ സ്ട്രാൻഡഡ് RNA. ജനറലി RNA എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡ് ആണ്. ഇനി അഥവാ ഡബിൾ സ്ട്രാൻഡ് ആവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇവരുടെ പെയറിംഗ് വരിക. പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മക്കളെ. 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ. അതിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്തും ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് സെല്ലിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് പറയുന്നത്?
ട്രാൻസ്ക്രിപ്ഷൻ, അതായത് DNA-യിലുള്ള മെസ്സേജ് ഒരു RNA-യിലേക്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ DNA-യുടെ മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA ദാറ്റ് ഈസ് കോൾഡ് mRNA അല്ലെ മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA നമ്മുടെ ന്യൂക്ലിയസിന് പുറത്തെത്തും. എന്നിട്ട് ഒരു റൈബോസോം അതിന്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യും. റൈബോസോം ഈ ഒരു mRNA-യിലുള്ള മെസ്സേജ് റീഡ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ tRNA ആണ് ട്രാൻസ്ഫർ RNA. അമിനോ ആസിഡുകളെ ഇങ്ങോട്ടേക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം അമിനോ ആസിഡ് വേണം. അപ്പോൾ അമിനോ ആസിഡിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫർ RNA. ഇതാ ഇവിടെ കാണാം, ദിസ് ഇസ് അമിനോ ആസിഡ്, ദിസ് ഇസ് tRNA. കണ്ടോ, അമിനോ ആസിഡും കൊണ്ട് നമ്മുടെ tRNA ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡുകൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ഈ റൈബോസോമിന്റെ അകത്തുള്ള റൈബോസോമൽ RNA ആണ്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ നിർമ്മാണത്തിൽ നമുക്ക് 3 RNA ഉണ്ട്. ഒന്ന് മെസ്സഞ്ചർ RNA, രണ്ടാമത്തെ ട്രാൻസ്ഫർ RNA, മൂന്നാമത്തേത് റൈബോസോമൽ RNA. ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു mRNA-യിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻ ഫോം ചെയ്യാണ്. ഈ പ്രോസസ്സാണ് നമ്മളെ ട്രാൻസ്ലേഷൻ. ഇത് സെല്ലിന്റെ അകത്ത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുക. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇതിന്റെ ഒക്കെ ബേസിക്സ് ഉണ്ടാക്കിയ ഒരാളാണ്. അതായത് നമ്മുടെ ജെനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹം 1822 ജനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിട്ട് മാറുകയാണ്. പിന്നെ ഈ ഒരു കാലയളവിൽ 1851-53 കാലയളവിൽ എന്തൊക്കെ പഠിച്ചു? ഫിസിക്സ്, മാത്സ്, നാച്ചുറൽ സയൻസ് ഒക്കെ പഠിച്ചു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു അനലൈസ് ഡാറ്റ. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാറ്റി ഉപയോഗിച്ച് അത് എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ള കാര്യം അദ്ദേഹം പഠിച്ചു. അതിനുശേഷം 1856 നമ്മുടെ ജനിതക ശാസ്ത്രത്തിന് അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ഈ എക്സ്പെരിമെന്റ്സ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം ഏകദേശം 7 വർഷത്തോളം എടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടെ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. പക്ഷെ അത് ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം 1884 അദ്ദേഹം മരിച്ചുപോയി. 1990 3 സയന്റിസ്റ്റ്, ഹ്യൂഗോ ഡീവ്രസ്, കാൾ കോറൻസ് ആൻഡ് എറിക് ഷെർമാർക്ക്, ഇവരാണ് വീണ്ടും കണ്ടുപിടിക്കുന്നത്. മെൻഡലിന്റെ കണ്ടുപിടുത്തങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പുനഃപ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ മെൻഡലിന്റെ കണ്ടുപിടുത്തങ്ങൾ? അദ്ദേഹം ചെയ്തത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക പൂന്തോട്ടമുണ്ട്, പച്ചക്കറികളുടെ പൂന്തോട്ടമുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ചെടിയിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത്, ഗാർഡൻ പീൽ. അപ്പോൾ ഒരു ഉയരം കൂടിയ പയർച്ചെടിയും ഉയരം കുറഞ്ഞ പയർച്ചെടിനെയും ക്രോസ് ചെയ്തപ്പം അദ്ദേഹത്തിന് അതിൽ നിന്നുണ്ടായ ചെടികളെല്ലാം തന്നെ ഉയരം കൂടിയതായിരുന്നു. അപ്പം മെൻഡലിന്റെ ഡൗട്ട്, അപ്പം ഈ ഒരു ഉയരക്കുറവുള്ള ചെടിയുടെ ക്യാരക്ടർ എവിടെ പോയി? അപ്പം മെൻഡൽ എന്ത് ചെയ്തു? ഇങ്ങനെ കിട്ടിയ 1ാം തലമുറയിലെ ചെടികളെല്ലാം സ്വപരാഗണം നടത്തി. അതിന്റെ പോളൻ ഗ്രെയിൻ അതിന്റെ മുകളിൽ തന്നെ ഇട്ടു. അപ്പൊ അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? അദ്ദേഹത്തിന് 3:1 എന്ന് പറയുന്ന റേഷ്യോയില് 3% എന്താണ്, അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം ഉയരം കൂടിയ ചെടികളും അതിൽ 1/4 ഭാഗത്തോളം ഉയരം കുറഞ്ഞ ചെടികളും കിട്ടി. ഇതാണ് ആ ഒരു റേഷ്യോ കേട്ടോ. 787 എന്ന് പറയുമ്പോൾ 3/4, 277 എന്ന് പറയുമ്പോൾ 1/4. ആ ഒരു റേഷ്യോയില് 2 പാരൻസിന്റെയും ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിയപ്പം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ച് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ജീനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2 സിമ്പിൾസ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പം എന്താണ് ജീൻ എന്നുള്ളതിന് മെൻഡൽ വാക്ക് പറഞ്ഞിരുന്നില്ല. മെൻഡൽ പറഞ്ഞത് ഫാക്ടേഴ്സ് എന്നാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ ഗ്യാമേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ത്രൂ ഗ്യാമേറ്റ്സ് അദ്ദേഹം പറഞ്ഞു. പിന്നീട് നമുക്ക് മനസ്സിലായി മെൻഡൽ ഉദ്ദേശിച്ച ഫാക്ടേഴ്സ് ഇന്നത്തെ ജീൻസ് ആണെന്നുള്ളത്. ജീൻസിന് ഇങ്ങനെ 2 ഡിഫറെന്റ് ഫോംസ് ഉണ്ടാകും. ഓക്കെ, അതിന് അദ്ദേഹം അലീൽ എന്ന് വിളിച്ചു. ഒന്നെങ്കിൽ ഇത് ക്യാപിറ്റൽ ടി ആവല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവല്ലേ, സ്മോൾ ടി ആവും. ഇതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഉയര കൂടുതലിന്റെ അലീലാണ്, സ്മോൾ ടി എന്ന് പറയുന്നത് ഉയരക്കുറവിന്റെ അലീലാണ്. അങ്ങനെ അദ്ദേഹം സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. ടോൾ പ്ലാന്റ്സിന് കണ്ടോ ക്യാപിറ്റൽ ടി കൊടുത്തു. ഡ്വാർഫ് പ്ലാന്റ്സിന് സ്മോൾ ടി കൊടുത്തു. അപ്പൊ ഇതിന്റെ ഗ്യാമീറ്റ്സ് റെപ്രസെന്റ് ചെയ്യാണ്. 2 സെയിം ആയതുകൊണ്ട് ഒരു തവണയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇത് 2 കൂടി ചേർന്നപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊക്കെ തന്നെ മനസ്സിലാവും ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. പക്ഷെ പുറത്തേക്ക് കണ്ടത് എന്താണ്? ഒബ്സർവ് ചെയ്ത ഫീനോടൈപ്പ് എന്താണ്? ഉയരം കൂടിയ ചെടികളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വ്യത്യസ്ത തരം എലീലുകൾ വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും. അതാണ് പുറത്തേക്ക് കാണുക. അങ്ങനെ പുറത്തേക്ക് കാണുന്ന ട്രേറ്റിനെ ഡോമിനന്റ് ട്രേറ്റ് എന്നും പുറത്തേക്ക് കാണാത്തതിനെ ഹൈഡ് ചെയ്യപ്പെട്ടതിനെ റെസിസീവ് ട്രേറ്റ് എന്നും അദ്ദേഹം വിളിച്ചു. ഓക്കെ, അപ്പൊ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഫീനോടൈപ്പ്, ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒന്നും നമുക്ക് കാണില്ല. അത് ജീൻസ് ആണ്, ജീൻസിന്റെ അലീൽസ് ആണ്. അത് പുറത്തേക്ക് കാണില്ല. അതിന് അദ്ദേഹം ജീനോടൈപ്പ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അങ്ങനെ ഇതിൽ ഒന്ന് മാത്രമാണ് എക്സ്പ്രസ് ആയത് അല്ലെ. പുറത്തേക്ക് എന്താണോ കണ്ടത് അത് ഡോമിനന്റ് ട്രേറ്റും മറ്റേത് റെസിസീവ് ട്രേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ 1ാം തലമുറയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സെൽഫ് പോളിനേറ്റ് ചെയ്തത്. അങ്ങനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, ഇതിന്റെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഇതിനെ ക്രോസ് ചെയ്ത സമയത്ത് ഇങ്ങനെ
ഇങ്ങനെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ എന്തായാലും ടോളാണ്. ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും, അപ്പൊ ടോളാണ് പുറത്തേക്ക് കണ്ടത്. ഇങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും, അപ്പൊ ടോളാണ്. ഇത് രണ്ടും സെയിം ആണ് അല്ലെ, സെയിം അലീൽസ് ആണ്, രണ്ടും ഉയരക്കുറവിന്റെ അലീലാണ്. അപ്പം ആ ഉയരക്കുറവ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തു. ഇവിടെ ഒരു ക്യാരക്ടർ മാത്രം എടുത്തുകൊണ്ട് ഇതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. പിന്നീട് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 ക്യാരക്ടേഴ്സ് എടുത്തു. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറും വിത്തിന്റെ ഷേപ്പും അദ്ദേഹം എടുത്തു. അതിൽ തന്നെ ടോൾ റൗണ്ടും എടുത്തു, ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ചെടികളും ഡ്വാർഫ് റിങ്കിൾഡും ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ചെടികളും എടുത്തു. അങ്ങനെ ഒന്നാം തലമുറ കിട്ടി. ഒന്നാം തലമുറ കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. അപ്പൊ 2 ഡിഫറെന്റ് അലീൽസ് വരുമ്പോൾ ഒന്ന് എക്സ്പ്രസ് ചെയ്തു, അതായത് ടോൾ എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ വന്നപ്പം റൗണ്ട് എക്സ്പ്രസ് ചെയ്തു. അത് നമുക്കറിയാം ലോ ഓഫ് ഡോമിനൻസ് ആണെന്നുള്ളത്. പിന്നെ അദ്ദേഹം ഇതിനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഈ സെയിം സാധനത്തിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പം ഇങ്ങനെ 16 ഡിഫറെന്റ് സംഭവങ്ങൾ വന്നു. അതിൽ നമുക്ക് റേഷ്യോ മനസ്സിലായത് എന്താണ്? 9:3:3:1. ഇത് പാരന്റ്സിന്റെ ക്യാരക്ടർ ടോൾ റൗണ്ട്, ഇതും പാരന്റ്സിന്റെ ക്യാരക്ടർ ഡ്വാർഫ് റിങ്കിൾഡ്. പക്ഷെ പാരന്റ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വന്നു. അതാണ് നമ്മുടെ ടോളും റിങ്കിൾഡും ഡ്വാർഫും റൗണ്ടും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരം ക്യാരക്ടർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുമ്പം ഒരു അലീല് മറ്റൊന്നിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ടിയും ഡിപ്പെൻഡന്റ് അല്ല. ഡിപ്പെൻഡന്റ് അല്ലാത്തത് കൊണ്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ആറിന്റെ കൂടെയും പോയത്, സ്മോൾ ടി ക്യാപിറ്റൽ ആറിന്റെയും കൂടെയും പോയത്. അതായത് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് പല പല കോമ്പിനേഷൻസ് കിട്ടും. ഓക്കെ, അത് നോക്കുക. പിന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ, അതായത് ഒന്നാം തലമുറയിൽ എക്സ്പ്രസ് ആവാത്ത ക്യാരക്ടർ എങ്ങനെ രണ്ടാം തലമുറയിൽ വന്നു, അതെല്ലാവരും സെപ്പറേറ്റ് ആവുന്നത് കൊണ്ടാണ്, മിക്സ് ആവുന്നില്ല. മിക്സ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാവരെയും രണ്ടാം തലമുറയിൽ കാണാൻ കിട്ടിയത്. ഇനി നമ്മുടെ മെന്റലിന്റെ ഇൻഹെറിറ്റൻസിൽ നിന്നുള്ള വേരിയേഷൻ, അതായത് മെന്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും അല്ലെ. ടോളും ഡ്വാഫും വന്നാൽ ടോൾ എക്സ്പ്രസ് ആവും, ഡ്വാഫ് സപ്രസ്ഡ് ആവുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആരുടെ കേസിലാണ്? 4 o'clock പ്ലാന്റ് അല്ലെങ്കിൽ 4 മണി ചെടിയിൽ റെഡ് ഫ്ലവറും ഉണ്ട് വൈറ്റ് ഫ്ലവറും ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ ഒന്നുകിൽ റെഡ് ഡോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വൈറ്റ് ഡോമിനേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ 2 പേർക്കും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകരം രണ്ടിനെയും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള കളർ പിങ്ക് ഫ്ലവർ ആണ് വന്നത്. അപ്പം ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് പറ്റാത്തത് കൊണ്ട് ദിസ് ഇസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. പിന്നെ അടുത്തതാണ് കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ മെന്റൽ നേരത്തെ പറഞ്ഞു 2 ഡിഫറെന്റ് ക്യാരക്ടർ വന്നാൽ ഒന്ന് ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ റോങ് കോഡ് പാറ്റേണിന്റെ കാര്യത്തിൽ നമ്മുടെ കാറ്റിൽസിലും ഹോഴ്സസിലും ഒക്കെ കാണാം 2 ക്യാരക്ടറും ഒരേ സമയം വന്നു. അതായത് ഒരു ബ്രൗൺ കളർ ഉള്ള പശു ഉണ്ട്, വൈറ്റ് കളർ ഉള്ള പശു ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ പശു ഇതിൽ രണ്ടുപേരും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പശു കംപ്ലീറ്റ് ബ്രൗൺ ആവണം അല്ലെങ്കിൽ പശു കംപ്ലീറ്റ് വൈറ്റ് ആവണം. ഇത് ബ്രൗണും വന്നു വൈറ്റും വന്നു, അതായത് രണ്ടും ഒരേ സമയം എക്സിസ്റ്റ് ചെയ്തു. അതാണ് കോഡോമിനൻസ്. പിന്നെ അടുത്തതാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്സ്. അതായത് നമുക്കറിയാം സാധാരണ ഒരു ജീൻ കൺട്രോൾ ചെയ്യാൻ 2 എലീൽസ് ആണ് ഉണ്ടാവുക അല്ലേ. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ എലീൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ A ഉണ്ട്, ക്യാപിറ്റൽ B ആൻഡ് സ്മോൾ I ഉണ്ട്, IA, IB ആൻഡ് സ്മോൾ I. അപ്പോൾ ഒന്നിലധികം എലീൽസ് ഉള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ എലീൽസും. പിന്നെ നമ്മുടെ സ്കിൻ കളറിന് കാരണം പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അതായത് നമ്മൾ പറയാറുണ്ട് ഒരു സ്വഭാവത്തിന് കാരണം ഒരു ജീനാണ്. പക്ഷെ നമ്മുടെ സ്കിൻ കളറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിൻ കളറിൽ കുറേ വേരിയേഷൻസ്. ആൻഡ് ഈ ജീൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ പ്രൊഡക്ഷനിലും ഡിഫറൻസ് ഉണ്ടാക്കും. അതാണ് നമ്മുടെ സ്കിൻ കളറിലുള്ള ഡിഫറൻസിന് കാരണം. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് നമുക്ക് വേരിയേഷൻ വരാനുള്ള കാരണങ്ങൾ, ഒന്ന് ക്രോസിംഗ് ഓവറും മറ്റേത് മ്യൂട്ടേഷനുമാണ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ മിയോസിസ് നടക്കുമ്പോൾ, അതായത് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന ഡിവിഷനാണ് മിയോസിസ്. ഈ മിയോസിസ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഹോമോലോഗസ് ക്രോമസോംസ്, ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടിയ ഒരേപോലത്തെ ജീനുകളല്ല, ചിലപ്പോൾ ഡിഫറെന്റ് അലീലുകളാവാം. അങ്ങനത്തെ ക്രോമസോംസിനെയാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാം. ഈ ഹോമോലോഗസ് ക്രോമസോംസിന്റെ ആംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഓവർ ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു കയാസ്മ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു ക്രോസ് ഓവർ ചെയ്ത ഈ കയാസ്മ രൂപപ്പെട്ട ഭാഗത്ത് ഈ ഒരു ക്രോമസോമിന്റെ അഗ്രഭാഗങ്ങൾ മുറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ആദ്യം മനസ്സിലാവും, ഇവിടെ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ സെഡും ആണ്, ഇവിടെ സ്മോൾ വൈയും സ്മോൾ സെഡും ആണ്. പക്ഷെ ഇത് മുറിഞ്ഞു മാറിയതിനു ശേഷം ഇവിടെ സ്മോൾ വൈയും ഇവിടെ ക്യാപിറ്റൽ വൈയും ആയി. ഓക്കെ, അതായത് അവരുടെ ജീൻസിലെ എലീൽസിന്റെ കോമ്പിനേഷൻ വ്യത്യാസപ്പെട്ടു. ഇതൊരു വേരിയേഷന് കാരണമാണ്. രണ്ടാമതാണ് മ്യൂട്ടേഷൻ അല്ലെ ഉൽപരിവർത്തനം. പെട്ടെന്ന്
ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് ജനറ്റിക് മെറ്റീരിയൽ. ഈ ചേഞ്ച് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും. അങ്ങനത്തെ വ്യത്യാസങ്ങൾ എന്താണ് നമ്മൾക്ക് ജീവികളിലെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ സംഭവിക്കുന്നതാണ്. അത് നല്ലതാവാം മോശമാവാം, പക്ഷെ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇതിനുള്ള കാരണങ്ങൾ ചിലപ്പോൾ DNA ഇരട്ടിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എറർ ആവാം, ചില കെമിക്കൽസ് ആവാം, റേഡിയേഷൻ ആവാം. ഈ പിക്ചർ എന്നിട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സ്പേമും ഓവം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അതും വേരിയേഷന് കാരണമാണെന്നുള്ളത്. സോ ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് വേരിയേഷന് കാരണം. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പിക്ചേഴ്സ് എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഈ കാരണങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതെന്റെ കുട്ടിക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.